കേരള സർക്കാർ രാജ്യദ്രോഹികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ വേണ്ടി കഴിയുമോ? അല്ലെങ്കിൽ സമ്മതിച്ചു തരാൻ വേണ്ടി കഴിയുമോ? വളരെ പ്രയാസമുള്ള കാര്യമാണ് അല്ലേ? എന്നാൽ ചില സാഹചര്യ തെളിവുകൾ ചൂണ്ടിക്കാട്ടുന്നത് അത് തന്നെയാണ്. നമ്മുടെ കേരള സർക്കാർ തനി രാജ്യദ്രോഹികളാണെന്നുള്ള ആ ഒരു സത്യം. എന്താണ് കാര്യം? 2022 സെപ്റ്റംബർ 23 ഒരു ഹർത്താൽ നടന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ. നടത്തിയത് അൺപോപ്പുലർ ആയിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു നിരോധിത സംഘടന. അന്ന് ഹർത്താൽ നടത്തിയപ്പോൾ അവർ നിരോധിത സംഘടനയായിരുന്നില്ല, പിന്നീടാണ് അവരെ നിരോധിച്ചത്. ഓക്കെ, അങ്ങനെ ഈ ഒരു ഹർത്താൽ ഇവർ നടത്താനുണ്ടായ കാരണം ഇവരുടെ നേതാക്കന്മാരെ നമ്മുടെ NIA അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിൻ്റെ പേരിലാണ്. ഏകദേശം 5,20,00,000 രൂപയുടെ പൊതുമുതലാണ് ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രവർത്തകർ തകർത്തത്. അങ്ങനെ ഹൈക്കോടതി സ്വമേധയ കേസെടുക്കുകയാണ് ഇവർക്കെതിരെ. എന്നിട്ട് സർക്കാരിനോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി പറയുന്നു. എത്ര രൂപയുടെ നാശനഷ്ടങ്ങളാണ് ഇവർ ഉണ്ടാക്കിയത് എന്നുള്ള റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി പറയുന്നു. അങ്ങനെ സർക്കാർ ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അങ്ങനെ ഹൈക്കോടതി പിന്നെ സർക്കാരിനോട് ഉത്തരവിടുകയാണ്. ഒന്നെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രവർത്തകർ ആരൊക്കെയാണോ ഹർത്താലിൽ പങ്കെടുത്തത് അവർ ഈ നാശനഷ്ടങ്ങൾ നികത്തണം, അതായത് പൈസ കൊടുക്കണം. ഈ 5,20,00,000 രൂപ കൊടുക്കാൻ ഇവർ ബാധ്യസ്ഥരാണ്. ഇനിയിപ്പോൾ അത് അവർക്ക് സാധിച്ചില്ല എങ്കിൽ ഇവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടണം എന്നുള്ള ഒരു നിയമമാണ് ഹൈക്കോടതി ഇറക്കിയത്. സർക്കാർ അത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ സെപ്റ്റംബർ 29 ഹൈക്കോടതി ഒരു ക്ലെയിം ഓഫീസറെ നിയമിക്കുകയാണ്. മാത്രമല്ല എറണാകുളം ജില്ലാ കളക്ട്രേറ്റിൽ ഈ പറയുന്ന ക്ലെയിം ഓഫീസർക്ക് ഒരു പൊസിഷൻ കൊടുക്കാനും ഈ ഒരു കേസിന് ഇമീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കാനും ഹൈക്കോടതി സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. ഇപ്പോഴിതാ സെപ്റ്റംബർ കഴിഞ്ഞു, ഒക്ടോബർ കഴിഞ്ഞു, നവംബർ കഴിഞ്ഞു, ഡിസംബർ കഴിഞ്ഞു. ഇത്ര മാസമായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല പുതിയൊരു ന്യായീകരണവുമായി സർക്കാർ വന്നിരിക്കുകയാണ്. ഹൈക്കോടതി ഇത്ര പെട്ടെന്ന് ഉത്തരവിറക്കിക്കഴിഞ്ഞാൽ ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല, ഇതിന് അതിൻ്റെതായ കാലതാമസം പിടിക്കുമെന്നും മാത്രമല്ല സാങ്കേതികമായി ഇതിന് പല ബുദ്ധിമുട്ടുകളും ഉണ്ടെന്നുള്ള പല മുടന്ത ന്യായങ്ങളുമായിട്ടാണ് നമ്മുടെ കേരള സർക്കാർ രംഗത്ത് വന്നിട്ടുള്ളത്. ക്ലെയിം ഓഫീസർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സീറ്റ് പോലും ഈ പറയുന്ന ജില്ലാ കളക്ട്രേറ്റിൽ ഇല്ല എന്നാണ് നമ്മുടെ കേരള സർക്കാർ പറയുന്നത്. ഹൈക്കോടതി ഇതെങ്ങാനും കേട്ട് നിൽക്കുമോ? ഒരിക്കലുമില്ല. ഹൈക്കോടതി പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള സർക്കാർ ഈ പറയുന്ന ഹൈക്കോടതിയെ ഒരു തരത്തിൽ അവഹേളിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ഇമീഡിയറ്റ് ആയിട്ട് തന്നെ ആക്ഷൻ എടുക്കണം എന്ന് തന്നെയാണ് ഹൈക്കോടതി പറയുന്നത്. ഹൈക്കോടതി അടുത്തൊന്നും ഇവരുടെ ഈ കളി നടക്കില്ല. കൊള്ളാം. എന്തായാലും ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സാഹചര്യങ്ങൾ കേരള സർക്കാരിൻ്റെ മുമ്പിൽ തുറക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രവർത്തകരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ വേണ്ടി പല അവസരങ്ങൾ ഉണ്ടായിട്ടും കേരള സർക്കാർ അവരുടെ ഒരു വിരൽ പോലും പൊക്കിയില്ല എന്നുള്ളതാണ്. മാത്രമല്ല സാങ്കേതിക തകരാറ് എന്നും പറഞ്ഞ് കുറേ മുടന്ത ന്യായങ്ങൾ കൊണ്ടുവരുന്നു. നിയമം നടപ്പിലാക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എവിടെ ഇരുന്നാണെങ്കിലും നിയമം നടപ്പിലാക്കാം. അതിനധികം കാലതാമസമൊന്നുമില്ല. വർക്കേഴ്സ് ഇല്ല, അതില്ല, ഇതില്ല എന്നും പറഞ്ഞിട്ട് കുറേ മുടന്ത ന്യായങ്ങൾ പറയുന്നതിന് പകരം ഇതിന് മുന്നിട്ടിറങ്ങിയിരുന്നെങ്കിൽ സർക്കാരിന് ഞാനൊരു സല്യൂട്ട് തരുമായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഇപ്പോൾ പൊതുവെ കണ്ടുവരുന്ന കാര്യങ്ങൾ എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ AP ഉസ്താദ് ശ്രീരാം വെങ്കിട്ടറാമൻ്റെ ആ ഒരു പൊസിഷനിൽ നിന്ന് അയാളെ ഇറക്കി വിടാനായിട്ട് പറഞ്ഞപ്പോഴേക്കും പിണറായി വിജയൻ അത് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം സമസ്ത മറ്റേ കുടുംബശ്രീ ഇഷ്യൂ വന്നപ്പോഴും സർക്കാർ അതിൽ ഇടപെടാമെന്നുള്ള രീതിയിലുള്ള സപ്പോർട്ട് കാര്യങ്ങൾ അവിടെ നിന്ന് വരുന്നു. പിന്നെ സ്വത്തിൻ്റെ കേസ് വന്നപ്പോഴും സർക്കാർ അത് ശരിയത്ത് നിയമമാണെന്ന് സമ്മതിച്ചു കൊടുക്കുന്നു. എന്താണ് സർക്കാരെ? എന്താണ് നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നത്? എന്താണ് നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നത്? ഞാൻ കൈകൂപ്പിയത് നിങ്ങളോടുള്ള ബഹുമാനം കൊണ്ടല്ല, ഈ ഒരു കേരളത്തിൽ ഇങ്ങനെ നിൽക്കേണ്ടി വരുന്നല്ലോ എന്ന് ഓർത്തിട്ടാണ്. നിങ്ങളുടെ ഒരു ഭരണത്തിന് കീഴിൽ ഇങ്ങനെ നിൽക്കേണ്ടി വരുന്നല്ലോ എന്ന് ഓർത്തിട്ടാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രവർത്തകർക്ക് ഒരു സീക്രട്ട് ഗ്രൂപ്പ് കേരളത്തിൽ ഉടനീളം ഉണ്ടെന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇതിനു വേണ്ടി പല ഓഫീസുകളും ഉണ്ടെന്നുള്ളതാണ് വേറൊരു കാര്യം. മാത്രമല്ല എന്താണ് ഈ സീക്രട്ട് ഗ്രൂപ്പിൻ്റെ ലക്ഷ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതര സമുദായക്കാരുടെ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുക, ഇവരുടെ പേര് വിവരങ്ങൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നേതാക്കന്മാരുടെ റിമാൻഡ് നീട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന NIA കോടതിയെ സമീപിക്കുകയായിരുന്നു. മാത്രമല്ല ഇപ്പോൾ ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രവർത്തകരല്ലേ നേതാക്കന്മാരുടെ പേരിലുള്ള പല തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഒന്ന് തീവ്രവാദപരമായിട്ടുള്ള ആക്ടിവിറ്റികൾക്ക് പണം എത്തിച്ചു കൊടുക്കുക, പിന്നെ ആയുധ പരിശീലനങ്ങൾ നടത്തുക എന്നുള്ള രണ്ടാമത്തെ കാര്യം. ഇതൊക്കെ തെളിവ് സഹിതം NIAക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി എന്തൊക്കെയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഇവരുടെ റിമാൻഡ് നീട്ടി ചോദിച്ചിരിക്കുകയാണ് ഈ പറയുന്ന നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി.
പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രവർത്തകർക്ക് എന്തും ആവാലോ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ ഒരു കുട്ടി മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ആ ഒരു ഇത് പോലീസ് കേസ് ആക്കിയത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈക്കോടതി ഡയറക്റ്റ് ഇടപെട്ടത് കൊണ്ടാണ് എന്ന് മാത്രം. അങ്ങനെ ഹൈക്കോടതി നേരിട്ട് ഇടപെട്ടത് കൊണ്ട് തന്നെ ഇവർ കേസ് എടുക്കുകയും പിന്നീട് സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ട് ആ ഒരു കേസ് ഒന്ന് തണുപ്പൻ രീതിയിലേക്ക് പോവുകയും ചെയ്തു. കുറേ പേർ അറസ്റ്റ് ചെയ്തില്ല, കുറേ പേർ അറസ്റ്റ് ചെയ്തു, പിന്നെ അവരെ വിട്ടയച്ചു. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. ഇപ്പോഴിത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ആലപ്പുഴയിൽ വേറൊരു പ്രോഗ്രാം നടന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് മൈക്കിലൊക്കെ വിളിച്ച് പാട്ടും പാടി പോകുന്ന രീതിയിലാണ് പ്രോഗ്രാം നടന്നത്. വേറൊന്നുമെല്ലാം ഷാൻ എന്ന് പറയുന്ന ഒരു പോപ്പുലർ ഫ്രണ്ട് നേതാവിൻ്റെ രക്തസാക്ഷി ദിനമായിരുന്നു. അത് ആലപ്പുഴയിലെ ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്ക് യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രവർത്തകർ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല ഈ പരിപാടി നടന്നിട്ടുണ്ടായിരുന്നത് പഞ്ചായത്തിൻ്റെ സ്ഥലത്താണ്. അവിടെ നിന്നും അനുവാദം മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പോലീസുകാർ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ തന്നെ ഈ പറയുന്ന നേതാക്കന്മാരുടെ പേരിലും കണ്ടാൽ അറിയാവുന്ന 500 പേരുടെ പേരിലും കേസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ കേസിൻ്റെ ഒരു അഡ്രസ്സും ഇല്ല കേട്ടോ. അങ്ങനെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഇതാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് കേരളത്തിലുള്ള ആ ഒരു കേരള സർക്കാരിൻ്റെ മേലുള്ള ഒരു സ്വാധീനം എന്ന് പറയുന്നത്. ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അവസാനിച്ചോ? ഒരിക്കലുമില്ല. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രവർത്തകർ ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിച്ചപ്പോൾ കയറി കൂടിയിട്ടുള്ളത് SFIയിലേക്കും പിന്നെ കയറി കൂടിയിട്ടുള്ളത് നമ്മുടെ CPMലേക്കും ഒക്കെയാണ്. അതുകൊണ്ട് അവർ ഇപ്പോഴും അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവരുടെ വെറും കളിപ്പാവകൾ മാത്രമാണ് നമ്മുടെ സർക്കാർ എന്ന് പറയുമ്പോൾ നാണക്കേടാണ് എനിക്ക് തോന്നുന്നത്. ഇരട്ട ചങ്കൻ ഇരട്ട താപ്പ് തന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഓരോ ജനങ്ങൾക്കും. നമ്മുടെ സ്വത്തിനും നമ്മുടെ ജീവനും സംരക്ഷണം തരേണ്ട കേരള സർക്കാർ തന്നെ ഇതുപോലത്തെ കൊലപാതകികളുടെ അല്ലെങ്കിൽ തീവ്രവാദികളുടെ കൂടെ നിന്ന് കേരളത്തെ നശിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു രാജ്യത്തെ നശിപ്പിക്കുകയാണെന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇവരൊക്കെ ഭരണം അർഹിക്കുന്നുണ്ടോ? ഞാൻ എപ്പോഴും ചോദിക്കുകയാണ്. എന്തായാലും ഹൈക്കോടതി ഈ കേസ് വെറുതെ വിടാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടില്ല. ഹൈക്കോടതി ഡിസംബർ 23-ാം തീയതി, അതായത് നാളെ ആഭ്യന്തര സെക്രട്ടറിയോട് നേരിട്ട് ഹാജരാകാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇവരുടെ കളി ഇനി നടക്കാൻ വേണ്ടി പോകുന്നില്ല. ജനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഗവൺമെന്റ് തന്നെ ഇതുപോലത്തെ വിരോധാഭാസകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? കേവലം കുറച്ച് വോട്ടുകൾക്ക് വേണ്ടി. നിങ്ങൾക്ക് ഞങ്ങളുടെ വോട്ട് വേണോ, എന്നാൽ ഞങ്ങൾ പറയുന്നത് പോലെ കേൾക്കണം എന്ന് പറയുന്ന സമസ്ത, എന്ന് പറയുന്ന AP ഉസ്താദ്, എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രവർത്തകർ, ഇവരെയൊക്കെ കാണുമ്പോൾ എന്തിനാ സർക്കാരെ നിങ്ങളുടെ മുട്ടുപറയ്ക്കുന്നത്? ഇവരെ പോലെയുള്ള ചില ആളുകൾ, 1-2 ആളുകൾ വിചാരിച്ചു കഴിഞ്ഞാൽ കുട്ടിച്ചോറാവുന്നതേ ഉള്ളൂ നമ്മുടെ കേരളം എന്ന സംസ്ഥാനം. ഇതുപോലെ നടക്കുവോ? മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കുമോ ഇന്ത്യയിലെ? ഒരിക്കലുമില്ല. കേരളത്തിൽ മാത്രമേ ഇതുപോലെ നടക്കുകയുള്ളൂ. കോടതിയെ അവഹേളിക്കാൻ പോലും ധൈര്യം കാണിച്ച കേരള സർക്കാർ നാളെ എന്തിനൊക്കെ ധൈര്യം കാണിക്കുന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നിരോധിത സംഘടനയെ ഇപ്പോഴും പേടിക്കുന്ന കേരള സർക്കാർ 2047 മിഷൻ എന്ന് പറഞ്ഞ് ഇപ്പോഴും എനിക്ക് കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന ധൈര്യശാലികളായിട്ടുള്ള ഇതുപോലത്തെ ആളുകൾ എങ്ങനെ ധൈര്യപ്പെടാതിരിക്കും? കാരണം കേരള സർക്കാരില്ലേ അവരുടെ കൂട്ടിന്. മാത്രമല്ല പല ഗവൺമെന്റ് തസ്തികളിലും ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രവർത്തകർ വർക്ക് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഈ ഒരു പോലീസ് ഫോഴ്സിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതുകൊണ്ട് പലയിടത്തും കേസുകൾ അങ്ങ് തള്ളിപ്പോത്തേ ഉള്ളൂ. സ്വാധീനം. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നല്ല, പിണറായി ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നാണ് പേരിട്ടിട്ടുണ്ട്. അതാകുമ്പോൾ കറക്റ്റാണ്. മരുമോനും പിന്നെ അമ്മായച്ചനും കൂടി നടത്തുന്ന ഭരണം, നെപ്പോട്ടിസം ഭരണം ഇവിടെ ഉണ്ടാക്കുന്നത് എന്താണ്? സാങ്കേതിക തകരാറ് പോലും. എന്താണ് സർക്കാരെ? നിങ്ങൾക്ക് 25 ലക്ഷം രൂപയുടെ ലിഫ്റ്റ് ഉണ്ടാക്കാൻ, പൈസ പാസ്സാക്കാൻ അധിക സമയമൊന്നും വേണ്ടല്ലോ. ഈ പറയുന്ന സ്വത്ത് കണ്ടുകെട്ടാനാണ് ഇത്രയും പരിപാടി. ഒരുപാട് സമയം പിടിക്കും പോലെ. അയ്യോ, ഒരുപാട് സമയം പിടിക്കും. കൊള്ളാം. എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ഓൾ അമർത്തി കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ വരും വീഡിയോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ ബൈ.